ഈ പിണറായിയുടെ കൂടെ നിന്ന് ഒരു കുറ്റവും പറയാതെ എല്ലാ സുഖവും അനുഭവിച്ചിട്ടിരുന്നില്ലേ ഇതുവരെ? അന്നൊന്നും കുറ്റം പറയാത്തത് ഒരു ക്ഷീണം തോന്നി എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാം തന്നെ കൊടുവാളുമായിട്ട് ഇറങ്ങി മാന്യമായ. ഇതിനൊരു അന്ത്യം വേണ്ടേ? അതിന് മധ്യസ്ഥം വെച്ചപ്പോൾ രണ്ടുപേരും ജയിച്ചായിരിക്കാം. ഇതെല്ലാം കൂടെ സുപ്രീം കോടതി കൊടുത്തെങ്കിൽ പിന്നെ രണ്ടും ഇല്ലാതാകുമ്പോൾ ഒന്നെങ്കിലും നിലനിർത്താൻ ഒക്കുന്ന നിലയിലേക്ക് ഒരു തന്ത്രപരമായ ഒരു അടവ് നയം പ്രയോഗിച്ചെങ്കിൽ എന്താ തെറ്റ്? ഈ ഭരണം എന്ന് പറയുന്നത് എന്താണ്? അത് അടവ് നയമാണ്. പിന്നീട് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈഴവ് നിന്നാല് സവർണർ വോട്ട് ചെയ്യുന്നില്ല. VDJS-കാരായി നിന്ന് ആളുകൾ എവിടെ നിന്നോ അവിടെ സവർണർ വോട്ട് ചെയ്യുന്നില്ല. അതെന്താണെന്ന് അവർ പഠിക്കണം. 10 കൊല്ലം കൂടെ നടന്നു. VDJS എന്ത് കൊടുത്തു? ഈ നടന്ന് കാല് കഴിഞ്ഞതല്ലാതെ അവർക്ക് എന്നാ കിട്ടി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇടതുപക്ഷത്തിൻ്റെ കൂടെ നടക്കുന്നവർക്ക് എല്ലാവർക്കും സ്ഥാനോ MLA MP കോർപ്പറേഷനും ഒക്കെ കൊടുക്കുമ്പോൾ ഈ BJPയുടെ കുറെ 10 കൊല്ലം നടന്ന VDJS എന്ത് കിട്ടിയെന്ന് അവരാലോചിക്കട്ടെ. അതൊക്കെ അവർ ചിന്തിച്ചോളൂ. ഞാൻ VDJS-കാരല്ല. കാരണം രണ്ടഭിപ്രായമുണ്ട്. ഇടതുപക്ഷത്തേക്ക് പോകുന്ന അഭിപ്രായമുള്ളൊരു വിഭാഗങ്ങളുണ്ട്, ഉണ്ട്. അതല്ലേ നിൽക്കണമെങ്കിൽ തന്നെ നിൽക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. അതൊക്കെ അവർ കുറച്ച് ആലോചിക്കട്ടെ. അതൊക്കെ അല്ലെന്ന് ഞാൻ കൂടുതലായിട്ട് ഇടപെടത്തില്ല. കാരണം SNDP ലോകത്തിനകത്ത് BDJS-ന്റെ അച്ഛൽ വരെയുണ്ട്. ഇതെല്ലാം ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ സുഖം തോന്നും. അങ്ങനെ ഈ പാട്ടിൻ്റെ കൂത്തിൻ്റെയും പുറകെയൊന്നും ആരും പോയിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങൾ കാണുക. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഇടതിന് ഒരു കുറവോ വളരെ വലിയ തകർച്ചയോ എന്നും പറയാത്തില്ല. അത് ബാലൻസ് ചെയ്തിപ്പോൾ പോവുകയാണ്. അതുകൊണ്ട് അടുത്ത ഭരണത്തെ സംബന്ധിച്ചിടത്തോളം മത്സരം ആണ് നടക്കുന്നത്. അത് ആര് വരുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഇലക്ഷന് ഇടതുപക്ഷത്തിന് ക്ഷീണം വന്നു എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷം ഇന്ന് മുങ്ങിപ്പോയി എന്നൊന്നും ആരും കരുതുന്നത് ശരിയല്ല. കണക്ക് വെച്ച് തന്നെ ഞാൻ പറയാം ശരിയല്ല. എൻ്റെ കണക്കനുസരിച്ച് അടുത്ത പ്രാവശ്യം പിണറായി തന്നെ വരും. കണക്കനുസരിച്ച്. കാരണം ഇത്രയും മോശം പരിസ്ഥിതി വന്നിട്ട് ഇങ്ങനെയല്ല കിടക്കുന്നത്.